ധാരണാപത്രത്തിന് 10 ദിവസത്തിന്റെ ആയുസ് മാത്രം നൽകി ഇറാനും യുഎസും പരസ്പരം ആക്രമിക്കുന്നു. ഇറാനെ പ്രകോപിപ്പിച്ചുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ തുടരുകയും മറുപടിയായി ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ പ്രഹരമേൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കാണ്. മഴ കഴിഞ്ഞ് വെയിൽ, വീണ്ടും മഴ എന്ന പോലെയാണ് ഇറാൻ മേഖലയിൽ യുദ്ധത്തിന്റെയും വെടിനിർത്തലിന്റെയും ഇടവേള. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിഷ്കർഷിച്ച പാതയിലല്ലാതെ കപ്പലുകൾ ഒമാൻ തീരത്തോട് ചേർന്ന് പോയതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണത്തിൽ തുടരുമെന്ന് അമേരിക്കയുമായി ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നും ബദൽ ജലപാത എന്നത് ആ ധാരണയുടെ ലംഘനമാണ് എന്നുമാണ് ഇറാൻ പറയുന്നത്. ബദൽ ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പ് നൽകില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും അത്തരം ഒരു നീക്കം ഉണ്ടായതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. ഒമാൻ തീരത്തോട് ചേർന്ന് സഞ്ചരിച്ച കപ്പലിനെ ഇറാൻ ആക്രമിച്ചപ്പോൾ അമേരിക്ക മറുപടി കൊടുത്തത് ഇറാനിലെ റഡാർ ഡ്രോൺ കേന്ദ്രങ്ങളെ ആക്രമിച്ചാണ്. ഇറാൻ ഇതിനോട് പ്രതികരിച്ചത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടു. വീണ്ടും കപ്പൽ ബദൽ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു, ഇറാൻ ആക്രമിക്കുന്നു. അമേരിക്ക ഇറാനിൽ വ്യോമാക്രമണം നടത്തുന്നു. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. ഇതിനിടെയാണ് ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. US സൈന്യം തങ്ങളുടെ ജോലി തീർക്കാൻ നിർബന്ധിതരായാൽ ഇറാൻ ബാക്കിയുണ്ടാവില്ല എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ട്രംപിന് അതേ സ്വരത്തിൽ മറുപടി നൽകുന്ന ഇറാൻ അമേരിക്ക നരകം കാണുമെന്ന് തിരിച്ചടിച്ചു. പിന്നാലെ പശ്ചിമേഷ്യയിലെ 8 US താവളങ്ങൾ തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. ആക്രമണത്തിൽ ഷെൽ കഷ്ണങ്ങൾ തറച്ച് ഖത്തർ പൗരൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഇതിനിടയിൽ ദുർബലമായ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇറാനും അമേരിക്കയും. യുദ്ധഭീതി പടർത്തി 3 ദിവസമായി നടത്തിയ വെടിനിർത്തൽ ലംഘനം അവസാനിപ്പിക്കാനാണ് ധാരണയായത്. പരസ്പരമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. അന്തിമ കരാറിലെത്തുന്നത് സംബന്ധിച്ച് ഈ ആഴ്ച ഖത്തറിൽ വെച്ച് ചർച്ച തുടരുമെന്നും USന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ള ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് ഒപ്പിട്ട ധാരണാപത്രത്തിന്റെ തുടർച്ചയായി ഇറാനും അമേരിക്കയും സമാധാന ചർച്ചകളുമായി മുന്നോട്ടു പോകേണ്ടതാണ്. അതുപ്രകാരം ഇന്നലെയും ഇന്നുമായി ചർച്ചകളും നടക്കേണ്ടിയിരുന്നു. എന്നാൽ വീണ്ടും സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ചർച്ചകൾ നടന്നില്ല. ഇപ്പോൾ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിനാൽ അടുത്ത ദിവസങ്ങളിൽ ഖത്തറിലെ ദോഹയിൽ വെച്ച് ചർച്ച നടക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ ഫ്രാൻസിൽ ഒപ്പിട്ട ധാരണാപത്രത്തിലെ വ്യവസ്ഥ പ്രകാരം 60 ദിവസത്തേക്ക് വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഇറാൻ പരമാവധി ശ്രമിക്കണം. ഈ വ്യവസ്ഥയാണ് അമേരിക്കയുടെ സൈനിക നടപടിക്ക് പിന്നാലെ ലംഘിക്കപ്പെട്ടത്. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയും ആശങ്കയും ശക്തമായിരുന്നു. ഗൾഫ് മേഖലയിൽ സംഘർഷം ശക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. കുവൈറ്റിലെ അലി അൽ സാലം വ്യോമസേനാ താവളത്തിനും മനാമയിലെ US 5ാം നാവിക വ്യൂഹത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. 5 ഇറാനിയൻ തീരദേശ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിന് പകരമായാണ് ഈ നടപടിയെന്ന് IRGC വ്യക്തമാക്കി. ഡ്രോണുകളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നേരിട്ടുവെന്ന് കുവൈറ്റ് സായുധ സേന പറയുന്നു. ആക്രമണവും പ്രത്യാക്രമണവും നടന്നു. അമേരിക്ക ആക്രമണം തുടർന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും ഇറാൻ അറിയിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഒമാന് സമീപത്തുകൂടെ പുതിയ കപ്പൽപാത വികസിപ്പിക്കുമെന്ന് US നാവികസേനയുടെ മേൽനോട്ടത്തിലുള്ള ബഹുരാഷ്ട്ര സമുദ്ര സംഘടന പ്രഖ്യാപിച്ചിരുന്നു. ഹോർമൂസിലെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതായാണ് ഇറാൻ ഇതിനെ കണ്ടത്. പിന്നാലെ ബഹ്റൈൻ, കുവൈറ്റ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണങ്ങളുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലെ സംഘർഷങ്ങളുടെ തുടക്കം ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ തീരത്തെ ബദൽ പാതയിലൂടെ കപ്പലുകൾ കടത്തിവിടാൻ US സേന ശ്രമിച്ചതായിരുന്നു. വ്യാഴാഴ്ച ഒമാൻ തീരത്തെ ചരക്ക് കപ്പലിന് നേരെയാണ് ആദ്യം ആക്രമണമുണ്ടായത്. തുടർന്ന് ഹോർമൂസിലെ ഇറാൻ സേനാ താവളങ്ങളിൽ US ബോംബിട്ടിരുന്നു. ശനിയാഴ്ച പുലർച്ചെ ഖത്തറിൽ നിന്നുള്ള പാനാമ പതാകയുള്ള എണ്ണക്കപ്പൽ ഒമാൻ തീരത്തെ ബദൽ പാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുമ്പോഴും ആക്രമണമുണ്ടായി. ഇതോടെ US തെക്കൻ ഇറാനിൽ ആക്രമണം നടത്തി. USുമായി ഒപ്പിട്ട ധാരണാപത്രമനുസരിച്ച് ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാനാണ് എന്നും മറ്റാരും അവിടെ ഇടപെടരുത് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. അങ്ങനെ ഹോർമൂസ് വീണ്ടും സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായി. ഇതിനു പുറമെ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറാൻ കൂട്ടാക്കാത്തതും സ്ഥിതി വഷളാക്കി. ഇറാൻ അമേരിക്ക ധാരണാപത്രത്തിലെ ആദ്യ വ്യവസ്ഥ തന്നെ ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആക്രമണം ഉണ്ടാകില്ല എന്നായിരുന്നു. ഇസ്രായേൽ ലെബനൻ കരാർ പ്രകാരം
ലെബനൻ ഹിസ്ബുള്ള പോരാളികളെ അമർച്ച ചെയ്യണം. ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യണം. പക്ഷേ കരാർ നിലനിൽക്കെ തന്നെ ലെബനനിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. ഇസ്രായേൽ സൈന്യം പിന്മാറുന്നുമില്ല. ദക്ഷിണ ലെബനനിലെ മജ്ദൽ സൗൺ ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രം വ്യോമാക്രമണത്തിൽ തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അവകാശപ്പെട്ടിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട ഏകദേശം 200 മീറ്റർ നീളമുള്ള തുരങ്കത്തിൽ നൂറുകണക്കിന് ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും ഉണ്ടായിരുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുമുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ ജോസഫ് ആന്റണി സാർ ഒപ്പം ചേരുകയാണ്. സാറ്, ഈ ഇറാന്റെ മിസൈലുകൾ ഉൾപ്പെടെ ഭൂരിഭാഗം ആയുധങ്ങളും നശിപ്പിച്ചു എന്നാണല്ലോ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇറാൻ നല്ല രീതിയിൽ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. അതിനർത്ഥം ട്രംപ് പറഞ്ഞതുപോലെ അല്ല, ഇറാൻ ഇപ്പോഴും ശക്തരാണ് എന്നല്ലേ? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ യുദ്ധം നടക്കുമ്പോൾ ഈ രണ്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ പലവിധ പ്രസ്താവനകൾ നടത്തും. ഈ പ്രസ്താവനകൾക്ക് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ നോക്കൂ, ഈ ട്രംപ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം സമ്പൂർണ്ണമായി കീഴടങ്ങണം, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇല്ലാതാക്കും, ഇറാൻ്റെ നാഗരികത ഞങ്ങൾ തുടച്ചു നീക്കും, ഇറാനെ മണ്ണോട് മണ്ണാക്കും, ഇറാൻ്റെ 95% നാവികശേഷി ഞങ്ങൾ ഇല്ലാതാക്കി, ഇറാൻ്റെ എയർഫോഴ്സിൻ്റെ പ്രതിരോധ സംവിധാനം ഞങ്ങൾ ഇല്ലാതാക്കി, അവരുടെ പട്ടാളത്തെ മുഴുക്ക ഞങ്ങൾ ഇല്ലാതാക്കി, ഭരണകൂടത്തെ ഇല്ലാതാക്കി. ഇത് യാഥാർത്ഥ്യവുമായിട്ട് വല്ല ബന്ധമുണ്ട്? ഇതൊരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻ, സൈക്കോളജിക്കൽ വാർ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് എതിരാളിയെ പരമാവധി ദുർബലപ്പെടുത്താനും എതിരാളിയെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നൽകാനും വേണ്ടി എല്ലാ രാജ്യങ്ങളും, യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ ഏർപ്പെടുന്ന കാര്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി. എന്ന് മാത്രമല്ല, ഇതിന് എന്തെങ്കിലും ഒരു പ്രത്യേകം അവാർഡ്, അതായത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത നിരന്തരമായി പ്രസ്താവനകൾ നടത്തുന്നതിന് പ്രത്യേകം എന്തെങ്കിലും ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നൊബേൽ സമ്മാനം കൊടുക്കാൻ പറ്റില്ല, ട്രംപിന് കൊടുക്കാവുന്നതാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയില്ല, യുദ്ധം വെടിനിർത്തൽ കരാറായിരിക്കുന്നു എന്ന് 40 തവണ ലോകത്തോട് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ്. 40 തവണ. എന്നിട്ട് വെടിനിർത്തൽ കരാർ വന്നു. ഇപ്പോൾ ഉണ്ടായ വെടിനിർത്തൽ കരാർ പോലും പ്രാബല്യത്തിൽ എത്തുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇവർ പറയും. അപ്പം എന്നാൽ അതിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം ഇത് കാണുന്ന സന്ദർഭത്തിൽ പോലും വീണ്ടും ട്രംപ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ അതിന് വിപരീതമായി നിരന്തരമായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇറാനെ ആക്രമിച്ചാൽ ഉടൻ തന്നെ ഇറാൻ തിരിച്ചാക്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശേഷി ഉണ്ടാവണമെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞെന്താണ്? അവർ പറഞ്ഞത് ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങളെ ആക്രമിച്ചു, ഇറാൻ്റെ ഡ്രോൺ കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ തിരിച്ച് ഡ്രോണുകളും മിസൈലുകളും ഇട്ടുകൊണ്ട് ആക്രമണം നടത്തുകയാണ് ഇറാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുഖവിലക്കെടുക്കാൻ കഴിയത്തില്ല. യുദ്ധ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇറാൻ്റെ ആണവശേഷി, അല്ലെങ്കിൽ ഇറാൻ്റെ ആയുധശേഷി, ഇറാൻ്റെ സൈനിക ശേഷി, ഇറാൻ്റെ രാഷ്ട്രീയ ശേഷി ഇപ്പോഴും അതിശക്തമായി നിലനിൽക്കുന്നു എന്ന് ഈ സംഘടനത്തിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞ് 4 മാസം കഴിഞ്ഞ് 5-ാം മാസത്തിലേക്ക് കടക്കുമ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാളെല്ലാം ഉപരിയായി ലോക സമ്പദ് വ്യവസ്ഥയെ ഒരു പ്രതിസന്ധിയിലാക്കാനുള്ള ശേഷി വരെ ഇറാൻ ഉണ്ട്. ഈ ഹോർമുസ് കടലിലേക്ക് അടച്ചതിലൂടെ ഉണ്ട് എന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനും ഇറാന് കഴിഞ്ഞു. അതുകൊണ്ട് പറയുന്ന വാക്കുകളിൽ നമുക്ക് വലിയ മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. സാർ, എന്തായാലും ഇപ്പോഴും അടിയും തിരിച്ചടിയുമായിട്ട് തന്നെയാണ് പശ്ചിമേഷ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കരാർ യാഥാർത്ഥ്യമായാലും യുദ്ധം പൂർണ്ണമായും ഇല്ലാതായാലും, അതായത് എല്ലാ പ്രശ്നങ്ങളും ഒതുങ്ങിയാലും ഇറാൻ ഇനി ആണവായുധം ഉണ്ടാക്കില്ല എന്ന് വിശ്വസിക്കാനാകുമോ? വാസ്തവത്തിൽ ഈ ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിലാണ് അമേരിക്കയും ഇസ്രായേലും യുദ്ധം തുടങ്ങിയത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാറും 2015 ഒബാമയുടെ കാലത്ത് ഒപ്പിട്ട JCPOA ഇറാൻ ആണവ കരാറും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എന്തിനാണ് ട്രംപും ഇസ്രായേലും ചേർന്ന് ലോകത്തിൻ്റെ മുകളിൽ ഇങ്ങനൊരു യുദ്ധം അടിച്ചേൽപ്പിച്ചത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാരണം എന്താ വെച്ചാൽ ഈ 2015 ആണവ കരാറിൽ ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ആണവായുധ പദ്ധതിയില്ല. 2015 ആണവ കരാറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് അനുവദിക്കും, ഇതെല്ലാം പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, ഇതിനൊക്കെ പുറമെ ഈ അന്തരിച്ച ഖമനൈ, പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനൈ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആണവായുധം വേണ്ട.
ഫത്വ പിന്നെ പരമോന്നത നേതാവ് ഫത്വ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതെല്ലാം നിലവിലുണ്ടാകുന്നിരിക്കുകയും ഈ ഹോർമുസ് കടലിലേക്ക് തുറന്നു കിടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഈ അമേരിക്കയും ഈ ഇസ്രായേലും കൂടി ഇറാനെതിരെ ആക്രമണം നടത്തിയത്. എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഇത് വല്ലതും ചിത്രത്തിലുണ്ടോ? ഇതൊന്നും ചിത്രത്തിലില്ല. പറയുന്നതാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് 2015 പറഞ്ഞു, 11 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരോട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ 2018 ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറുന്നത് വരെ അവർ നൽകിയ റിപ്പോർട്ടുകളിലെല്ലാം അവർ ഇത് പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് യാഥാർത്ഥ്യം. അന്ന് ഹോർമുസ് കടലിലേക്ക് തുറന്നും കിടന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം പിന്നെന്താണ് നേരത്തെ അംഗീകരിച്ചിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ട്രംപ് പറയാണ് അവർ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ആണവായുധം ഉണ്ടാക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിലേക്ക് തുറക്കാമെന്ന് പറഞ്ഞു. ഹോർമുസ് കടലിലേക്ക് യുദ്ധത്തിന് മുമ്പ് തുറന്നു കിടക്കുകയായിരുന്നു. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇൻസ്പെക്ടർമാർ പോകാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാ. അപ്പോൾ ഈ ആവശ്യമില്ലാതെ ഇസ്രായേലിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഈ കുടുങ്ങിപ്പോയ ഒരു പ്രസിഡന്റാണ് ഈ ഡൊണാൾഡ് ട്രംപ്. ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ ദുർബലമായ ഈ വെടിനിർത്തൽ കരാറായിട്ട് നിൽക്കുന്നതും. അത് എപ്പോൾ വേണമെങ്കിലും പൊളിക്കാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്. അതിനുള്ള എല്ലാ തരത്തിലുള്ള ഈ കൃത്രിമ പരിപാടികളും അറിയാവുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വെടിനിർത്തൽ കരാർ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടുകയും എപ്പോൾ വേണമെങ്കിലും വീണ്ടും യുദ്ധം ആരംഭിക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ അതൊരു പരിധിക്കപ്പുറത്തേക്ക് അനുവദിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് ആവത്തില്ല. കാരണം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടന്നാൽ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ അപകടകരമായി ബാധിക്കും. എന്ന് മാത്രമല്ല, നവംബർ മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ പാർട്ടിക്ക് ജയിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി വളരെ നോർമലായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഒക്ടോബർ മാസം ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. ഒക്ടോബർ മാസം വരെയെങ്കിലും ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹം ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ട്. അതുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഒരു ഭാഗത്ത് ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കും, മറ്റൊരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കും. അങ്ങനെയുള്ളൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ വെടിനിർത്തൽ കരാർ തകരുകയോ യുദ്ധം വീണ്ടും ആരംഭിക്കുകയോ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്.